തള്ള കൊറേ കാലായിട്ടേ മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല, ഗ്യാസുമ്മ കത്തിക്കാൻ അയക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവേ. അപ്പൊ ഈ മൂപ്പത്തിക്ക് രാവിലെ ഇൻസുലിൻ വെച്ചെടുത്ത് മകൻ പോയതാണ്. ഇൻസുലിൻ വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇതിന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇതിന് വിറയൽ ഇളകും. അപ്പൊ ഇതെന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി ഗ്യാസുമ്മ ഒച്ച ഇട്ടാണ്ട് ഇവള് വന്നാണ്ട് ചായക്ക് വെള്ളം വെച്ചത് എടുത്തോണ്ട് ചിന്തിങ്ങൾ അങ്ങനെ ഗ്യാസുമ്മ ചായ ഉണ്ടാക്കി കുടിക്കണ്ട, അതിനൊരു കുയിന്ത്. അപ്പൊ ഈ തള്ളേനോട് അങ്ങനെ കാട്ടിയാണ്ട് ഗ്യാസിന്റെ അടുപ്പ് കത്തിക്കണ സാധനം ഓള് പൂത്തി വെച്ച് മേലക്ക് എത്താത്തോടത്ത് വെച്ചതിന്. എന്നിട്ട് ഓള് പോയി കടന്നു. അതിൽ ഇത് പ്രശ്നം ഉണ്ടാക്കണ്ട വെച്ച് റൂം പോയി കടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന് വിറയലിളകി. ഫുഡ് കഴിക്കഴിഞ്ഞിട്ടേ ഒരു ചായ വെള്ളമെങ്കിലും മധുരട്ട് കുടിച്ചാല് അതിന് കുടിച്ചാൽ അതിന് നിക്കും എന്തെങ്കിലും കഴിക്കാന്. അപ്പൊ ഇതിന് ഭക്ഷണം കിട്ടാത്തൊരു ദേഷ്യവും സങ്കടവും ഇത്രയും കാലം അടക്കി പിടിച്ച് കൊണ്ട് നടന്നൊരിതും ഒക്കെപ്പാടെ അത് 2 ദിവസം മുന്നേ കാച്ചി വെച്ചിരുന്നു കത്തി. അത് എടുത്തുകൊണ്ട് ഓടാണ് ഉറങ്ങി കിടക്കുന്ന റൂം ഉണ്ടല്ലോ ഞങ്ങള്. അവിടെ പോയിട്ട് വെട്ടിയെടുത്ത് കറച്ചിക്കാണ്. മൂന്തേമ കൂടി കഴുത്തു കൂടി ഒക്കെ വെട്ടാണ്. നീച്ച് പാഞ്ഞിട്ട് അപ്പൊക്കൊക്കെ ചോര കണ്ടില്ല പോയത്, ആകെ വെട്ടിക്കണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും ന്യൂസിൽ കണ്ടു കാണും. നിലമ്പൂരിലെ സ്വന്തം അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊന്നു, അതും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുൻപിലിട്ട് വെട്ടിക്കൊന്നു. അത് നിസ്സാര ഒരു കാര്യത്തിന് ചായ കൊടുത്തില്ല, ചായ കൊടുക്കാൻ വൈകി, 2-3 പ്രാവശ്യം ചോദിച്ചിട്ടും ചായ കിട്ടിയില്ല, ഈ ഒരു കാരണത്തിൽ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആളുകൾ അത് കണ്ടിട്ടുകൊണ്ട് ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആ ഒരു റിയാക്ഷൻ വീഡിയോയിൽ എൻ്റെതായ ഒപ്പീനിയൻ കാര്യങ്ങളാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിപ്പുണ്ട്. ഒരുപാട് ഷെയർ ചെയ്യപ്പെടുകയും മരിച്ചുപോയ നെജില എന്ന് പറയുന്ന ചേച്ചിയെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ആദ്യം തന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം മിനിഞ്ഞാന്ന് ഞാനിട്ട വീഡിയോയുടെ താഴെയും 1-2 പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അല്ല സത്യാവസ്ഥ, ആ ഒരു പെണ്ണിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ ഒക്കെ വന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് സത്യാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ അയൽക്കാരിയായ ഒരു ചേച്ചി പറയാണ്, മരുമോളും അത്ര പാവമൊന്നും അല്ലായിരുന്നു, അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കത്തില്ലായിരുന്നു, കുടിക്കാൻ കൊടുക്കത്തില്ലായിരുന്നു, അഥവാ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ പോലും അടുക്കളയിൽ പോയി ഗ്യാസ് സ്റ്റവ് ഓണാക്കാനോ അത് ഉപയോഗിക്കാനോ അടുക്കളയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഈ മരുമോള് സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അമ്മ ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് രാവിലെ കാപ്പി കിട്ടിയില്ലെങ്കിൽ വിറയ്ക്കും. ആ ഒരു ഇതിൽ നിന്ന സമയത്താണ് ഇങ്ങനെ ചെയ്തത്. അപ്പം തന്നെ ഇട്ട് കുടിക്കാൻ ചെന്നപ്പോൾ സമ്മതിക്കാത്തത് കൊണ്ട് അവർ ചായക്ക് വെള്ളം അടുപ്പിലോട്ട് വെച്ച സമയത്ത് മരുമോൾ അതെടുത്ത് വെളിയിലോട്ട് എറിഞ്ഞത് കൊണ്ടൊക്കെ ആ ഒരു പ്രകോപനത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രകോപനത്തിലാണെങ്കിൽ പോലും 1 വെട്ടിയാ ഓക്കെ. ഈ 5 വെട്ടിയ സംഭവവും 5 വെട്ടി, ഒരു വെട്ടിയപ്പോൾ ആ നെജില എന്ന് പറയുന്നവരുടെ അതായത് ഇവരുടെ കൊച്ചുമക്കള് അവിടെ നിന്ന് കരയുകയാണ് സ്വന്തം അമ്മേനെ വെട്ടുന്ന കണ്ടിട്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും വെട്ടാനുള്ള ഒരു ആർജവം ഇവർ കാണിച്ചല്ലോ. 1 വെട്ടിയത് നമ്മൾ ചിലപ്പോൾ അപ്പത്തെ ഒരു പ്രകോപനത്തിൽ അറിയാതെ ഒരു പെട്ടെന്ന് അങ്ങ് വെട്ടിപ്പോയതാണെന്ന് വെക്കാം. ഒരു 4-5 തവണ അടുപ്പിച്ച് വെട്ടുക, ഈ കുട്ടികളുടെ കാറിച്ച ബഹളം, ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. പോട്ടെ, ഇവർ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ചായ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെന്നിട്ട് നിങ്ങൾ ചായ വെക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ചായ എടുത്ത് വെളിയിലോട്ട് എറിഞ്ഞെന്ന് തന്നെ വെച്ചോ. നിങ്ങളുടെ മകൻ ടാപ്പിംഗ് ജോലിക്ക് പോയതാണ്, തിരിച്ചു വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. എന്നോട് ഇവളിങ്ങനെ ചെയ്തു, എനിക്ക് ചായ വേണം എന്ന് അവനോട് പറയായിരുന്നല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവളുടെ വീട്ടുകാരെ അറിയിക്കായിരുന്നു, നിങ്ങളുടെ ബന്ധുക്കളെ അറിയിക്കായിരുന്നു, ഇങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങളുണ്ടെന്ന് അറിയിക്കായിരുന്നു. ഏതൊരു പെണ്ണും കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് അവരുടെ അമ്മായിയമ്മേനെ നന്നായിട്ട് നോക്കണം, അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം, ഞാൻ നല്ലൊരു പെർഫെക്റ്റ് മരുമോളായിരിക്കണം, അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ ഹസ്ബൻഡുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പം നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോകണമെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ നമ്മുടെ പേരൻസ് പറയുന്നുണ്ടായിരിക്കും, നീ കല്യാണം കഴിഞ്ഞ് നിന്റെ ഭർത്താവിൻ്റെ ഒപ്പം പോക്കോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണ്, കല്യാണം കഴിഞ്ഞ് നമുക്ക് ഭർത്താവിൻ്റെ കൂടെ നമുക്ക് വെളിയിൽ പോകാം, കറങ്ങി നടക്കാം, എവിടെയെങ്കിലും മാസത്തിൽ 1 തവണയെങ്കിലും വെളിയിൽ ഭർത്താവിൻ്റെ കൂടെ പോയി വെളിയിൽ പോയി ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാരുണ്ട്. കാരണം എന്നും നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു, നമുക്കൊരു മനസ്സിന് തന്നെ ഒരു മടുപ്പ് തോന്നും. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു നേരത്തെ നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ അമ്മയാണ് ഫുഡ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അപ്പം ആരെങ്കിലും നമുക്ക് ഒരു നേരത്തെ ഒരു ഫുഡ് ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുന്നതേ അമ്മായിയമ്മ അവരുടെ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് തരികയാണ്. ഇനി നീ വേണം ഈ അടുക്കള ഭരണം ഏറ്റെടുക്കാൻ, വീട്ടിലെ ഭരണമല്ല ഞാൻ ചെയ്തോളാം,
അടുക്കള ഭരണം നീ ഏറ്റെടുത്തോ എന്ന് പറയുകയും അവരവരുടെ സ്ഥാനത്തു നിന്ന് അങ്ങ് മാറിപ്പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ വേണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഒരു വേതനം ഒന്നും കിട്ടാത്ത ഒരു വേലക്കാരിയെ പോലെ തന്നെ നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നു. ഒരല്പനേരം ഇരുന്ന് വിശ്രമിക്കാനോ ഒന്ന് ഫോണിൽ നോക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം എവിടെയെങ്കിലും ഒന്ന് കിടക്കുന്ന കണ്ടാൽ പറയും അവള് ഫുൾ ടൈം കിടപ്പാണ്, വീട് കിടക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ അടുക്കളയിൽ അങ്ങനെ കിടക്കുന്നത് കണ്ടോ, പാത്രം കഴുകാൻ കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ രാവിലെ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഫോൺ നോക്കിയാൽ പറയും 24 മണിക്കൂറും ഫോണിലാണ്, ആർക്കാണ് മെസ്സേജ് അയക്കുന്നത്, ആർക്കാണ് ചാറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ ഒരു സങ്കല്പത്തോടെ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. നമ്മൾ ഭയങ്കര ആഗ്രഹങ്ങളോടും പ്രതീക്ഷകളോടും ഒക്കെ ആയിരിക്കും കയറി ചെല്ലുന്നത്. ആദ്യമൊക്കെ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മിണ്ടാതെ അങ്ങനെയൊക്കെ അങ്ങ് പോകും. കുറേ നാൾ കേട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് വേണ്ടി ആരും പ്രതികരിക്കാനില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ അങ്ങോട്ടും തിരിച്ച് ഓരോ കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ ദേഷ്യപ്പെടാനും ഒക്കെ തുടങ്ങും. അന്നേരം അമ്മായിയമ്മയും മരുമക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവും. ഇതാണ് മിക്ക വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയെയും പിണക്കരുത്, ഭാര്യേനെയും പിണക്കരുത് എന്നുള്ള രീതിയിൽ, ഇപ്പം ഇളയ മകനാണെങ്കിൽ പോലും അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി താമസിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഓർക്ക് ഈ പ്രായം ചെന്നവരെ എങ്ങനെ നോക്കുമെന്ന്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുമ്പം നമുക്ക് നമ്മുടെ ഭാര്യയുടെ അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ കൊണ്ടുവച്ച് നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ അമ്മായിയമ്മയ്ക്കോ അമ്മായിയച്ഛനോ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അവരെയും കൊണ്ടുവച്ച് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീടാകുമ്പം അവിടെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ എന്ത് കുക്ക് ചെയ്യണം, എന്ത് എപ്പോൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിടത്ത് താമസിക്കുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല, അമ്മായിയമ്മയും മരുമോളും നല്ല സന്തോഷത്തോടെയൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞ് ലാസ്റ്റാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഈ ഒരു വഴക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ നാളായിട്ട് ഈ ഒരു സ്ത്രീ ഇത് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഭർത്താവ് എന്ന് പറയുന്ന ആള് ഇവരെയും കൊണ്ട് മാറി താമസിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഭാര്യയ്ക്ക് ഈ ഒരു ഗതി ഉണ്ടാവത്തില്ലായിരുന്നു. ആ മക്കൾക്ക് ഇതേപോലെ ഒരു നഷ്ടം സംഭവിക്കുകയോ ആ ഒരു അമ്മനെ നഷ്ടപ്പെട്ടു പോവുകയോ ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ ഒരു അയൽക്കാരി സ്ത്രീയുടെ വോയിസ് കേട്ടില്ലേ? ആ ഒരു വോയിസിൽ അവർ ഒരുപാട് ആ ഒരു അമ്മായിയമ്മനെ ന്യായീകരിച്ച് പറയുന്നുണ്ട്. സ്വന്തം അയൽക്കാരിയാണല്ലോ, അതുകൊണ്ട് കറക്റ്റായിട്ട് അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ന്യൂസ് ഒരു കാരണവശാലും ശരിയല്ല, അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് സനൽ രാജ്. ഞാൻ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറാണ്. 16/3/2026 തീയതി കൊണ്ടുങ്കൽ എന്ന സ്ഥലത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഭർത്താവിൻ്റെ അമ്മയുടെ വെട്ടേറ്റ് രജില എന്ന സ്ത്രീ മരണപ്പെട്ട കാര്യത്തിന് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ഭാഗമായി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രജിലയുടെ മരണവുമായി ബന്ധപ്പെട്ട് രജിലയെയും കുടുംബങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ വോയിസ് ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരു വോയിസ് ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ആയതിനാൽ വാട്സപ്പ്, അതേപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളും അതിൻ്റെ അഡ്മിന്മാരും ഈ വ്യാജ വോയിസ് ക്ലിപ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാനും അതേപോലെ ഈ വോയിസ് ക്ലിപ്പ് ഇനിയും പ്രചരിക്കാതിരിക്കാൻ ഗ്രൂപ്പിലും മറ്റുള്ള അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യേണ്ടതാണ്. ഈ നിർദ്ദേശം കിട്ടിയിട്ടും ഈ വോയിസ് ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ വീണ്ടും അത് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ്. ഈ ഒരു വോയിസിലെ പോലീസുകാരൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അത് ഒരു ഫേക്ക് ന്യൂസാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന്. കാരണം ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് 2-3 പ്രാവശ്യം ചായ ചോദിച്ചിട്ടും കിട്ടിയില്ലെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അല്ലാതെ ഞാൻ ചായ അടുക്കള കൊണ്ട് വെച്ചായിരുന്നു, അവളതെടുത്ത് വെളിയിലോട്ട് കളഞ്ഞു, എന്നെ ഗ്യാസ് ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു സാധനങ്ങൾ എനിക്ക് തരുന്നില്ല, ഞാൻ പട്ടിണിയാണ്, ഇങ്ങനത്തെ ഒരു കാര്യവും ആ സ്ത്രീ സ്റ്റേഷനിൽ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. മരിച്ചുപോയി ഒരു സ്ത്രീ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരു പുരുഷൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആർക്കും അവരെ പറ്റി എന്ത് അപവാദം വേണം പറഞ്ഞുണ്ടാക്കാനായിട്ട് പറ്റും. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞുണ്ടാക്കുന്നവർക്ക് ഒരു മനസ്സുഖം, കുറച്ച് ആ ഒരു സമയം കൊണ്ട് റീച്ച് ചെയ്യണം, അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കണം, ഈ ഒരു പരിപാടി മാത്രമേ ഈ ഇടനിലക്കാർക്കുള്ളൂ. നമുക്ക് ആ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് ഒരു വിഷമം എന്ന് പറഞ്ഞാൽ. ഭർത്താവ് ഇത് വരുത്തി വെച്ചൊരു വിധിയാണ്. കാരണം ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടപ്പോൾ അവർക്ക് മാറി താമസിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ അച്ഛനും അമ്മയും അവരെ ഒരു രാജകുമാരിയെ പോലെ അവരുടെ വീട്ടിൽ എല്ലാ സുഖത്തോടെയും സൗകര്യത്തോടെയും അല്ലെങ്കിൽ ഒരു പണിയൊന്നും ചെയ്യിപ്പിക്കാതെ അല്ലെങ്കിൽ അത്രയും കെയറിങ്ങിൽ വളർത്തിക്കൊണ്ട് വന്നവരായിരിക്കും. ഇവരൊന്നും തവിട് കൊടുത്ത് വാങ്ങിയവരൊന്നും അല്ല. അവർക്ക് ചോദിക്കാനും പറയാനും
ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പം ഇവർ ഒരുപാട് സങ്കല്പത്തോടെയാണ് തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. ഒരു മകളെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞതോടെ നമുക്ക് നമ്മുടെ സ്വന്തം പേരൻസിന് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അവരുടെ കൂടെ ഒരു ദിവസം പോയി നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ അമ്മായിയമ്മയോടും ഭർത്താവിനോടും നാത്തൂനോടും എല്ലാം പോയി കെഞ്ചണം. ഞാൻ ഒരു ദിവസം പോയി നിന്നിട്ട് പെട്ടെന്ന് വരാമേ, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരാമേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഈ പറയുന്ന സ്ത്രീകളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അവർക്കൊരു വയ്യായിക വന്നാൽ ആര് നോക്കും? ഈ അമ്മായിയമ്മേനെ നോക്കണമെന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ. നമ്മൾ അമ്മായിയമ്മേനെ അമ്മായിയച്ഛനെ നോക്കുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ അച്ഛനും അമ്മേനെയും കൂടെ നോക്കണം. സ്വന്തം അച്ഛനെയും അമ്മേനെയും വിട്ടിട്ടാണ് ഈ ഭാര്യ കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അവളുടെ കംഫോർട്ട് നോക്കേണ്ടത് ഈ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അല്ലെങ്കിൽ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ചിന്തിക്കായിരുന്നു, ഞാനും ഒരു മരുമോളായിരുന്നു, എൻ്റെ അമ്മായിയമ്മ എന്നോട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ മരുമോളോട് ചെയ്യരുത്. നിങ്ങളുടെ മക്കളോട്, അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന കാര്യവും പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുന്ന കാര്യവും, അതുപോലെ തന്നെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്ത് നമ്മൾ വിവാഹം കഴിക്കരുത്. നമ്മുടെ ആൺമക്കളോട് പറയണം അത് വാങ്ങിക്കരുത്, അത് തെറ്റാണ്. അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന കാര്യം എല്ലാം നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എങ്കിലും ഇട്ട് കുടിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. ചില ആണുങ്ങളുണ്ട്, അവർ ഭാര്യമാരെടുത്ത് കയ്യിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ കുടിക്കത്തില്ല. എന്തിനാണ് അങ്ങനെ? അവിടെ ഭാര്യമാരാണല്ലോ അമ്മമാരാണല്ലോ ആരെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം അതിൽ നിന്ന് എടുത്ത് കുടിക്കാൻ കഴിവില്ല എന്ന് പറയുന്നത് അത്രയും മോശം വേറെ ഒന്നുമില്ല. ഇതൊക്കെ വീടുകളിൽ നിന്ന് മക്കളെ, ആൺമക്കളാണല്ലോ പെൺമക്കളാണല്ലോ, അവരോട് നമ്മുടെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ വിവാഹശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുവാണെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളും വരത്തില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മുടെ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അവരെ ഒരു ഉദാഹരണം പറയുകയാണ്. എല്ലാ കാര്യത്തിലും അവരെ കോപ്പി ചെയ്യാനല്ല ഞാൻ പറയുന്നത്. അവരുടെ ഭർത്താവും മകനും ഒത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ, അവർക്ക് കൈയൊക്കെ മുറിയുന്ന സമയങ്ങളിൽ അവരുടെ അമ്മ അവരുടെ കൂടെ വന്ന് നിന്ന് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അവർ സന്തോഷമായിട്ട് വെളിയിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു. അവർ സന്തോഷമായിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവരുടെ വീട്ടിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡിൻ്റെ അമ്മയും നാത്തൂനും മറ്റ് വീട്ടിലുള്ളവരെല്ലാവരും വീട്ടിലോട്ട് വരുന്നു. ഇവൾ അങ്ങോട്ട് പോകുന്നു, അവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്നു. എന്ത് സന്തോഷമായിട്ട് പോകുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇതാണ്. ഫാമിലി ആയിട്ട് ജീവിക്കുമ്പം അമ്മായിയമ്മയ്ക്കും മരുമക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല രീതിയിൽ പോകുന്നെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കുന്നത് തന്നെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇവരുടെ ഇടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം മനസ്സിലായല്ലോ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ല എന്നുള്ളത്. ഈ പോലീസുകാരൻ്റെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ബൈ.